റഹീം പുറപ്പെടുവിക്കുന്ന കേവലം നേർത്ത ഒരു മുരളലിനും മുക്കലിനും ഞരങ്ങലിനും വരെ മഹത്തായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും വൈകിക്കൂടാ. 2025 ചരിത്രമായി പ്രബുദ്ധരായും കമ്മ്യൂണിസ്റ്റുകളായും കോൺഗ്രസുകാരായും സുഡാപ്പികളായും ലീഗരായും BJP-കാരായും അതുപോലെ തന്നെ അതിദരിദ്രരായും കേരളത്തിൽ കഴിഞ്ഞു വന്നിരുന്ന സകലമാന മലയാളികൾക്കും ഒന്നുപോലെ ആഹ്ലാദിക്കാനും അഭിമാനിക്കാനുമാവുന്ന ധാരാളം ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത്, അല്ലെ? ദിമാറമരമനും നല്ല നിലയിൽ ബഹുമാനപ്പെട്ടവനുമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യത്തെ നിഷ്കരുണം നിർമ്മാർജ്ജനം ചെയ്തത് പോയ വർഷമാണ്. അതോടെ ഈ ഭൗമഗോളത്തിൽ അതിദരിദ്രരില്ലാത്ത ഒരേ ഒരു ഭൂപ്രദേശമായി നമ്മുടെ പ്രബുദ്ധ കേരളം മാറി. ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് അതിദാരിദ്ര്യത്തെ നിഗ്രഹിച്ച സർവശക്തനായിട്ടുള്ള പിണറായി വിജയനെ നേതാവായി ലഭിച്ചത് ഈ നാടിനും അതുപോലെ പ്രസ്ഥാനത്തിനും എത്ര വലിയ ഭാഗ്യമായെന്ന തിരിച്ചറിവ് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളിൽ നിറയ്ക്കാൻ 2025 വലിയ പങ്ക് വഹിച്ചു. കമ്മ്യൂണിസ്റ്റുകൾക്ക് പരമാനന്ദം നൽകിയ വർഷം തന്നെയായിരുന്നു 2025. തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു. അതിദാരിദ്ര്യത്തിൽ നിന്നും സാധാ ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു ദരിദ്രവാസി അനുഭവിക്കേണ്ട കഷ്ടപ്പാട് ചില്ലറയല്ല എന്ന് ദാരിദ്ര്യവുമായി അടുത്തിടപഴകുന്ന മനുഷ്യർക്ക് വളരെ നല്ലോണം അറിയാം. എന്നാൽ ചിലമ്പിച്ച ശബ്ദത്തിലുള്ള ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്നും തികവൊത്ത ദാരിദ്ര്യത്തിലേക്ക് അതിദരിദ്രരെ എത്തിക്കാൻ ഭരണ നൈപുണ്യത്തിന്റെ മൂർത്തീരൂപമായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വളരെ നിഷ്പ്രയാസം സാധിച്ചു, അല്ലെ? അതിദാരിദ്ര്യത്തിൽ നിന്നും നല്ല അന്തസ്സുള്ള ദാരിദ്ര്യത്തിലേക്ക് ചുളിവിൽ സാമ്പത്തിക നില മെച്ചപ്പെട്ടു കിട്ടിയതിനാൽ നാട്ടിലെ മുൻ അതിദരിദ്രർ ഒറ്റക്കെട്ടായി മൂക്കറ്റം സന്തോഷത്തിൽ അകപ്പെട്ടതും 2025 തന്നെയായിരുന്നു. കമ്മികളെയും അതിദരിദ്രരെയും മാത്രമല്ല കേട്ടോ, കോൺഗ്രസുകാരെയും 2025 വളരെ നല്ലോണം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഈ പശുനാടൻ മതസ്ഥരോട് കമ്മികൾ പുലർത്തുന്ന സവിശേഷമായിട്ടുള്ള ശത്രുതാ മനോഭാവം കണ്ട് എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒട്ടകനാടൻ മതസ്ഥരിലെ തീവ്ര മതവാദികൾ ഇടക്കാലത്ത് കമ്മിക്കൂറ് ഒന്ന് കാണിച്ചതായി ഒരു ഓർമ്മയില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പശുനാടൻ മതസ്ഥരുടെ ക്ഷേത്രങ്ങളിൽ കയറി കമ്മികൾ കനകവേട്ട നടത്തിയിട്ടും തീവ്ര മിതഭേദം കൂടാതെ സകലമാന ഒട്ടകനാടൻ മതസ്ഥരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ലീഗിന്റെ കടിഞ്ഞാണിൽ കഴിയുന്ന കോൺഗ്രസിനൊപ്പം ചേർന്നു. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് വമ്പൻ വിജയം തരപ്പെടുകയും ചെയ്തു. ശരിയല്ലേ? സന്തോഷിക്കാതിരിക്കുമോ? ഈ BJP-കാർക്കും സന്തോഷം നൽകിയ വർഷമായിരുന്നല്ലോ 2025, അല്ലേ? നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഭരിക്കാനുള്ള അവകാശമാണ് അവർക്ക് ലഭിച്ചത്. ഹരിത കേരളത്തിലെ നല്ല പച്ച മതേതരരായിട്ടുള്ള ഹമാസനോളികൾക്കും ആനന്ദത്തിന്റെ നാളുകൾ തന്നെയായിരുന്നു കഴിഞ്ഞു പോയത്. 2025 അവർക്കും സന്തോഷം നൽകി. ഇസ്രായേൽ വളരെ അർപ്പിത ബുദ്ധിയോടുകൂടി ഗാസയിൽ നടത്തിയിട്ടുള്ള ഹമാസന ഹിംസയിൽ വിലപിച്ചു കഴിഞ്ഞിരുന്ന മലയാള ഹമാസനന്മാരെ 2025 ആനന്ദത്തിലാക്കിയത് നമ്മുടെ ബംഗ്ലാദേശിലെ ഹരിത മതേതരരിലൂടെയാണ് കേട്ടോ. തല്ലിച്ചതച്ച് ചരിത്രമാക്കിയും കെട്ടിത്തൂക്കി പച്ച ജീവനോടെ കത്തിച്ച് ചാരമാക്കിയും ഹൈന്ദവ ഭീകരരിൽ നിന്നും ബംഗ്ലാദേശിലെ മതേതൃത്വത്തെ അവിടുത്തെ പ്രബുദ്ധർ സംരക്ഷിക്കുന്നത് കണ്ടതാണ് മലയാള ഹമാസനന്മാരെ സന്തോഷിപ്പിച്ചത്. 2 കൊല്ലം മുൻപ് ഇസ്രായേലിൽ പറന്നിറങ്ങി കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും വൃദ്ധരുമടങ്ങുന്ന ജൂതരെ കൊന്നു തള്ളിയപ്പോൾ കേരളീയ ഹമാസനന്മാർക്ക് തരപ്പെട്ട അതേ ആനന്ദമൂർച്ച നൽകാൻ ബംഗ്ലാദേശിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലൂടെ നമ്മുടെ 2025 വളരെ നിഷ്പ്രയാസം സാധിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 2025 ഓർമ്മിക്കപ്പെടുക orchestrated, the government sponsored and well planned orchestrated execution was done here. ഡബിൾ എ റഹീമിലൂടെ ആവുമെന്നാണ് പോങ്ങന്റെ ഒരു നിരീക്ഷണം. So ഒരുവിധപ്പെട്ട മനുഷ്യരൊക്കെ റഹീമിയൻ ആംഗലേയത്തിന്റെ പേരിൽ ആ യുവ മഹാത്മാവിനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. സത്യത്തിൽ മലയാളികൾക്ക് മാത്രമല്ല അണ്ടകടാഹത്തിലെ സകലമാന മനുഷ്യർക്കും മാതൃകയാവേണ്ട ഒരു മഹാമനുഷ്യനാണ് കൊടും മതേതരനും കൂടിയായിട്ടുള്ള സഖാവ് റഹീം. ഇങ്ങനെ പറഞ്ഞ ശ്വാസം മുട്ടി ചത്തുപോകും. കാരണം സഭാകമ്പമുള്ള ആത്മവിശ്വാസം കുറഞ്ഞ മനുഷ്യർക്ക് മാത്രമല്ല, വിവരമോ വിവേകമോ വകതിരിവോ ഇല്ലാത്തവർക്ക് പോലും ഇത്രത്തോളം പ്രചോദനം നൽകുന്ന മറ്റൊരു മനുഷ്യനെയും സംഭാവന ചെയ്യാൻ നമ്മുടെ 2025 സാധിച്ചിട്ടില്ല. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി റഹീം അഭിനയിച്ചത് നിലമേൽ NSS കോളേജിലായിരുന്നു കേട്ടോ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും അദ്ദേഹം വിദ്യാർത്ഥിയായി വേഷം കെട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥിയായി നടിച്ചതുകൊണ്ട് അദ്ദേഹം എന്തു നേടിയെന്ന് ചോദിച്ചാൽ അമൃത എന്നു പേരായിട്ടുള്ള ഒരു ബീവിയും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പോങ്ങന്റെ ഉത്തരം. അതല്ലാതെ വിദ്യാർത്ഥി വേഷം കൊണ്ട് ആ മനുഷ്യൻ സാമൂഹ്യ ജീവിതം നയിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള കുറഞ്ഞ അളവ് സംസ്കാരമോ വിവേകമോ വകതിരിവോ ഒന്നും നേടിയതായി ഇന്നേ വരെ അദ്ദേഹം നമ്മെ ആരെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബോധിപ്പിച്ചിട്ടേയില്ല, അല്ലേ? How many of them? കേരള സർവകലാശാലയിൽ നടന്ന സമരത്തിൽ ഒരു അധ്യാപികയെ മൂത്രമൊഴിക്കാൻ പോലും വിടാതെ തടഞ്ഞു വെച്ച് തെറി പറഞ്ഞ സംഭവം പലരും മറന്നിട്ടില്ല. പോങ്ങൻ ഒട്ടും തന്നെ മറന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ
മുൻവാതിലിലൂടെ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് പറയുന്ന ബോധ്യം പൊതുസമൂഹത്തിന് പകരാത്ത ഒരാളായിരുന്നു നമ്മുടെ റഹീം, AA റഹീം അല്ലേ? ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും നേരായ മാർഗത്തിൽ ഒരു തൊഴിൽ ലഭിക്കാൻ ഇടയില്ലാത്ത ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ചിന്ത പലരിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ. ശരിക്കും നോക്കിയാൽ പരാജയപ്പെട്ടു പോകുമായിരുന്ന ഒരു ജീവിതം അല്ലേ? എന്നാൽ ആ മനുഷ്യൻ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? തെറി പറയാൻ പോലും മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും നാവിൽ വരാത്ത ആ മനുഷ്യൻ ഈ മഹാഭാരതത്തിന്റെ രാജ്യസഭയിൽ നിന്ന് നിർനാണം ഇന്ന് നാവടിക്കുകയാണ്. മലയാളം മാത്രം വഴങ്ങുന്ന നാവ് കൊണ്ട് ആ മനുഷ്യൻ ദില്ലിയിൽ ചെന്ന് കേരളത്തിന് വേണ്ടി ജീവിക്കുന്നു. മലയാളം മാത്രം പറയുന്ന നാവ് കൊണ്ട് അയാൾ കർണാടകയിൽ ചെന്ന് കിടപ്പാടം നഷ്ടപ്പെട്ട മനുഷ്യർക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തനിക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയില്ല എന്നത് മനുഷ്യരോട് സംസാരിക്കുന്നതിൽ നിന്നും ആ മനുഷ്യന് വിലക്കുന്നേയില്ല കേട്ടോ. കാരണം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ റഹീമിന് തന്റെ ജന്മലക്ഷ്യം എന്തായിരുന്നു എന്ന് വളരെ നല്ലോണം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതരെ പോലെ ചുമ്മാ പ്രസംഗിക്കാനല്ല, പൗരജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് റഹീം ഗർഭപാത്രം തുറന്ന് അങ്ങനെ പുറത്തേക്ക് വന്നത്. ഭാഷയ്ക്ക് അതീതനായി പിറന്ന ഒരു മാനവ സേവകനാണ് സാക്ഷാൽ AA റഹീം. മഹാനായ ഒരു മാനവ സേവകൻ എന്ന നിലയിൽ റഹീം മനുഷ്യരുടെ ഭാഷ പഠിക്കുകയല്ല വേണ്ടത്. അതിന് പരിമിതികളുണ്ട്. ഭൗമഗോളത്തിൽ ഏതാണ്ട് 7200-ലധികം അല്ലെങ്കിൽ 7250-ലധികം ഭാഷകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതൊക്കെ പഠിച്ചിട്ട് മാനവ സേവയ്ക്ക് ഇറങ്ങാൻ ഒരു ജന്മം മതിയാവില്ല അല്ലേ? അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് എന്നറിയാൻ റഹീമിന്റെ ഭാഷ ലോകമാനവ സമൂഹം അങ്ങോട്ടേക്ക് പഠിക്കുകയാണ് വേണ്ടത്. അതാണ് മര്യാദ. റഹീം പുറപ്പെടുവിക്കുന്ന കേവലം നേർത്ത ഒരു മുരളലിനും മുക്കലിനും ഞരങ്ങലിനും വരെ മഹത്തായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും വൈകിക്കൂടാ. കർണാടകയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആംഗലേയ പ്രസംഗം വലിയ നിലയിൽ ട്രോളപ്പെട്ടു അല്ലേ? പരിഹസിക്കാൻ എളുപ്പമാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം അറിയണം. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹസിക്കുന്നവർ ഒരു കാര്യം അറിയണം. റഹീമിന്റെ പിതാവ് ഈ രാജ്യത്തെ സേവിച്ചൊരു പട്ടാളക്കാരനാണ്. സ്വാഭാവികമായും ഈ മഹാരാജ്യത്തെ ദീർഘകാലം അടക്കി ഭരിച്ച ഇംഗ്ലീഷുകാരോടുള്ള പക റഹീമിന്റെ രക്തത്തിൽ കലർന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ മറന്നുപോകരുത്. കർണാടകയിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ആണ്ടുമുഴുകി അങ്ങനെ നിൽക്കുന്ന നേരത്താണ് ഒരു കന്നഡ മാപ്ര ഇംഗ്ലീഷിൽ റഹീമിനെ സമീപിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കണം. കർണാടകയുടെ മണ്ണിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ്, കന്നഡക്കാരുടെ പ്രശ്നങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കന്നഡ മാപ്ര ഇംഗ്ലീഷിൽ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് സമീപിക്കുന്നത്, നേരിടുന്നത്. ആ ഇംഗ്ലീഷ് കേട്ട നിമിഷം ദേശസ്നേഹി എന്ന നിലയിൽ റഹീമിന്റെ രക്തം വെള്ളക്കാരോടുള്ള കോപത്താൽ അങ്ങോട്ടേക്ക് തിളച്ചു മറിഞ്ഞു. സ്വാഭാവികമായും മൂർച്ചയുള്ള ഏതാനും ഇംഗ്ലീഷ് പദങ്ങൾ കൊണ്ട് ആംഗലേയ ഭാഷയുടെ പിതാവായിട്ടുള്ള നമ്മുടെ ആ ജെഫ്രി ചോസറിനെ നിഷ്കരുണം റഹീം തന്റെ നാവ് കൊണ്ട് പ്രതീകാത്മകമായി നിഗ്രഹിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. അല്ലാതെ തപ്പലും തടയലും നടത്തിക്കൊണ്ട് അങ്ങനെ ആലോചിച്ച് വിമ്മിഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അക്കിടി പറ്റിയ പോലെ, അമളി പറ്റിയത് പോലെ, പെട്ടുപോയതുപോലെ അങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നില്ല ചെയ്തത്. അതോടെ ആ പ്രസംഗത്തോടെ ആഗോള ആംഗലേയ ഭാഷ തീർത്തും തന്തയില്ലാത്തവനായി മാറിപ്പോയി. അതായത് ഗ്രാമ്യ മലയാളത്തിൽ പറഞ്ഞാൽ ബാസ്റ്റാർഡ് എന്ന് പറയുന്ന വിശേഷണത്തിന്റെ പരിധിയിലാവും ഇനി ഇംഗ്ലീഷ് വരിക. സംശയമുണ്ടോ? തന്തയില്ലാതെ പോയി ഇംഗ്ലീഷിന്. തന്തയെ കൊന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആഗോള മാനവ സമൂഹത്തിന് പ്രപഞ്ചമുള്ള കാലത്തോളം മാതൃകയാക്കാനാവുന്ന ഒരു മഹാമാനവനെയാണ് AA റഹീമിലൂടെ 2025 ലോകത്തിന് സമർപ്പിച്ചത്. അങ്ങനെ ഒരു വാദം പോകാനുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പോകാൻ അങ്ങനെ കരുതുന്നുണ്ട്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഏതൊരാൾക്ക് പോലും പ്രതീക്ഷയും പ്രചോദനവും നൽകുന്നതാണ് റഹീമിന്റെ ജീവിത നേട്ടങ്ങൾ. അത് മനസ്സിലാക്കാതെ പോകരുത്, അറിയാതെ പോകരുത്. ഏതാണ്ട് 150 കോടിയോളം ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ രാജ്യസഭയിൽ ചെന്ന് നിർനാണം നാവടിക്കാൻ നമ്മുടെ റഹീമിന് സാധിക്കുന്നുണ്ടെങ്കിൽ വിവരവും വിവേകവും വകതിരിവും കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഏതൊരു മനുഷ്യനും നാണമില്ലായ്മ എന്ന ഒരേ ഒരു കഴിവ് വളരെ ഫലപ്രദമായി വികസിപ്പിച്ചാൽ എന്തുമാകാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ റഹീം, AA റഹീം. നാണമില്ലായ്മ മാത്രമാണോ അതിന് അദ്ദേഹത്തെ സഹായിച്ചത്? ഒട്ടുമല്ല. അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. നാണമില്ലായ്മ മാത്രമല്ല, ഉന്നതമായ ജീവിത വിജയം കൈവരിക്കാൻ തൻ്റെ ബുദ്ധിക്കും ബോധത്തിനും സ്വഭാവത്തിനും ഇണങ്ങുന്ന പ്രസ്ഥാനം ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവും അതിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അയാളുടെ തീരുമാനവുമാണ് നാണമില്ലായ്മയ്ക്കൊപ്പം അയാളെ സഹായിച്ചത്. തനിക്ക് ഇണങ്ങുന്ന പ്രസ്ഥാനം ഇതാണ് എന്നുള്ള തിരിച്ചറിവ്, അതിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനം, അതാണ് സഹായിച്ചത്. എന്തായാലും ഒന്ന് പറയാം, ഈ ഗുരുത്വദോഷം എന്നൊന്നുണ്ട് കേട്ടോ.
അത് അന്ധവിശ്വാസമല്ല, ഗുരുത്വദോഷമുണ്ട് എന്ന് പോങ്ങൻ പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ പ്രാകൃതനായി എന്ന് പ്രബുദ്ധ സമൂഹം പറയരുത്. How many of them? So ഗുരുത്വദോഷമുണ്ട്. റഹീമും സംഘവും വിജയലക്ഷ്മി ടീച്ചറെ വളഞ്ഞിട്ട് ചീത്ത പറഞ്ഞു കുറച്ചു കാലങ്ങൾക്ക് മുൻപ്. ഒരു അധ്യാപിക എന്ന കാര്യം മറന്നുകൊണ്ട് പല പ്രയോഗങ്ങളും അവർക്ക് നേരെ റഹീമും സംഘവും നടത്തി. തീർച്ചയായിട്ടും അവരുടെ മനസ്സ് നല്ല നിലയിൽ നൊന്തിരിക്കാം കേട്ടോ. നൊന്തിട്ടുണ്ട്, അത് സംശയമല്ല, നൊന്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ റഹീം ഇങ്ങനെ നാണം കെട്ടെങ്കിൽ അതിന് പിന്നിൽ ആ ഗുരുനാഥയുടെ മനപ്രയാസത്തിന് നല്ല പങ്കുണ്ടാവാമെന്നല്ല സംശയിക്കേണ്ട, അതും ഉറപ്പിച്ചു പറയാം, പങ്കുണ്ട്. ആ ചിന്ത അന്ധവിശ്വാസത്തിന്റെ പരിധിയിൽ വരുന്നതല്ല കേട്ടോ. ഒന്നുകൂടി പോങ്ങൻ പറയാണ്, അത് അന്ധവിശ്വാസത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഗുരുനാഥയെ ഈ പോഴൻ. എത്ര സാമർഥ്യത്തോടുകൂടി അതിനെ മറികടക്കുന്ന വൈകാരിക തലത്തിൽ നിന്നുള്ള സംസാരം നടത്തിയാലും നാണമില്ലായ്മ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ ഭാഷയിൽ പ്രവീണനല്ല, എൻ്റെ പ്രവൃത്തിയാണ് മുഖ്യം, മാനവ സമൂഹത്തിന് വേണ്ടി ഞാൻ വീണു മരിക്കും എന്നൊക്കെ പല ഡയലോഗുകളും അദ്ദേഹത്തിന് അടിക്കാൻ പറ്റും. നാണമില്ലായ്മ ഒപ്പമുണ്ട്, അതുകൊണ്ട് പറ്റും. പക്ഷേ ചെയ്തു കൂട്ടിയത്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലൊരാളെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ടുകൂടെ എന്ന്. അതിന് പോങ്ങൻ്റെ കയ്യിലൊരു ഉത്തരവുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ഏറ്റവും തികവും മികവുമൊത്ത ഒരുത്തിനെ തന്നെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ എ റഹീം തന്നെയാണ്, AA റഹീം തന്നെയാണ്. ഇതിനേക്കാൾ കഴിവ് മുന്തി നിൽക്കുന്ന ഒരാളും ഇന്ന് ആ പാർട്ടിയിലില്ല. കിട്ടാവുന്നതിലെ ഏറ്റവും മികച്ച ഒന്നിനെ തന്നെയാണ് പറഞ്ഞ് ദില്ലിക്ക് വിട്ടിരിക്കുന്നത്. ഇതിലും മെച്ചപ്പെട്ട ഒന്നും കിട്ടില്ല. Why only the pure? Why only the pure? നിർത്തുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.